ദേശീയ കോൺഫറൻസ് റിപ്പോർട്ട്. നിയമന കാര്യത്തിൽ കേരളം രാജ്യത്തിന് മാതൃക. കോവിഡ് മഹാമാരിയുടെ പ്രതികൂല സാഹചര്യത്തിലും കേരളത്തിൽ റെക്കോർഡ് നിയമനങ്ങളാണ് നടന്നതെന്നും ഇക്കാര്യത്തിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന PSC ചെയർമാൻമാരുടെ ദ്വിദിന ദേശീയ കോൺഫറൻസിൻ്റെ സമാപന സമ്മേളനം കോവളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നവ ലിബറൽ നയത്തിൻ്റെ ഭാഗമായി മിക്ക മേഖലകളിലും ലേ ഔട്ട് നടക്കുമ്പോഴാണ് കേരളത്തിൻ്റെ വലിയ തോതിൽ നിയമനങ്ങൾ നടന്നത്. 2016 മുതൽ 2022 ഫെബ്രുവരി വരെ 1,80,000-ഓളം നിയമന ശുപാർശകൾ PSC വഴി നടന്നു. കേരള PSCയുടെ കാര്യക്ഷമതയാണ് ഈ വിജയങ്ങൾക്കെല്ലാം ആധാരം. എന്നാൽ കേന്ദ്ര സർവീസിൽ നിയമനം നിരോധനം പതിവായിരിക്കുന്നു. തൊഴിൽ സംരക്ഷണം ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ ചുമതലയാണ്. 5,60,000-ഓളം ജീവനക്കാർ സംസ്ഥാനത്ത് സർക്കാർ സർവീസിലുണ്ട്. ഇതിൽ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപക അനധ്യാപക തസ്തികകളുമുണ്ട്. അവയുടെ തിരഞ്ഞെടുപ്പും PSC വഴിയാകണമെന്ന ആവശ്യം പ്രബലമാണ്. കേരള PSCയുടെ വിശ്വസ്തതയാണ് ഇവിടെ പ്രകടമാകുന്നത്. പൊതു റിക്രൂട്ട്മെൻറ്റ് വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ സംസ്ഥാനങ്ങളിലും പൊതുവായ ഓൺലൈൻ പരീക്ഷാ സംവിധാനം ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങളിൽ ഓൺലൈൻ പരീക്ഷാ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും അതുവഴി മെഡിക്കൽ, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ തുടങ്ങിയ പൊതു മത്സര പരീക്ഷകൾ കൂടി സുഗമമായി നടത്തുവാൻ കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ചടങ്ങിൽ കേരള PSC ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ സ്വാഗതം പറഞ്ഞു. ഗോവ PSC ചെയർമാനും ദേശീയ കോൺഫറൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് മാനുവൽ നൊറോന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി മുഖ്യപ്രഭാഷണം നടത്തി. കേരള PSC സെക്രട്ടറി സാജു ജോർജ് നന്ദി രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. വിവിധ സംസ്ഥാന PSCകളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച വിഷയാവതരണങ്ങളും ചർച്ചകളും കോൺഫറൻസിൻ്റെ ഭാഗമായി നടന്നു. കേരള PSC തിരഞ്ഞെടുപ്പ് നടപടികളിൽ വരുത്തിയ സമകാലീന പരിഷ്കാരങ്ങളുടെ അവതരണം ചെയർമാൻ നിർവഹിച്ചു. ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കേരള PSC നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച ആശയങ്ങൾ പരസ്പരം കൈമാറാനും കേരള PSCയെ മാതൃകയാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നൂതന പരീക്ഷാ സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനും ദേശീയ കോൺഫറൻസ് തീരുമാനിച്ചു.